എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗോക്കുവും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഗോക്കു ആണെങ്കിൽ ഓരോ തവണ മാർഷൽ ആർട്സ് മാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും തോറും ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഗോക്കുയെ ഫ്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് മനസ്സിലാക്കിയ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെടുകയാണ്. ഇതെന്റെ മാച്ചാണ്, കഴിവുകൊണ്ട് വേണം എനിക്ക് ഇവനെ തോൽപ്പിക്കാനായിട്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ഫൗൾ കാണിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കി മാസ്റ്റർ റോഷി ആണെങ്കിൽ ആ എൽഡറിനെ ദൂരേക്ക് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം വീണ്ടും അവരുടെ മാച്ച് അത് പുനരാരംഭിക്കും. ഗോക്കു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ അറഞ്ചം പുറഞ്ചം ഞെട്ടിക്കും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ ആളുടെ ഫുൾ പവർ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് ഇപ്പൊ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ പുറകിലൂടെ രണ്ട് കൈകൾ കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഗോക്കു ആണെങ്കിൽ ആ സീൻ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ കണ്ണൊക്കെ തിരുമി അങ്ങനെ സീൻ നോക്കും. ഗോക്കുവിനോട് ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ പറയും, ഞാൻ തയ്യാറായി കഴിഞ്ഞു, നീ തയ്യാറാണോ? ഗോക്കുവിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ തയ്യാറായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയും. അടുത്ത നിമിഷം അവൻ പാഞ്ഞു വന്ന് ഗോക്കുവിനെ ആഞ്ഞടിക്കും. ബുൽമയാണെങ്കിൽ അവളുടെ കണ്ണു പൊത്തും. പക്ഷെ ഹാൻസം ബോയ് ആണെങ്കിൽ അവളെ തട്ടിയ കാഴ്ച കാണിച്ചു കൊടുക്കും. ഗോക്കു അവന്റെ കൈകൾ അത് തടഞ്ഞിരിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ പുറകിലുള്ള രണ്ട് കൈ ഉപയോഗിച്ച് ഗോക്കുവിന്റെ തലയ്ക്കൊരു ഒറ്റയാട്ടി. പക്ഷെ ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ചാടി എഴുന്നേറ്റ് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊന്തി അവനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. പക്ഷെ അടുത്ത നിമിഷം മാർഷൽ ആർട്സ് ആണെങ്കിൽ അവന്റെ 4 കൈകൾ ഉപയോഗിച്ച് ഗോക്കുവിന്റെ 2 കൈകളും കാലുകളും അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അതിനുശേഷം അവനെ മാർഷൽ ആർട്സ് മാൻ ആളുടെ തലയിലേക്ക് ഞെട്ടിപ്പിച്ച് അങ്ങനെ വേദനിപ്പിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വേദനയാൽ നിലവിളിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഉരുകും. ഗോക്കു ആണെങ്കിൽ അവന്റെ 18ാമത്തെ ഇടവെടുക്കും. അതായത് അവന്റെ വാല് വെച്ച് ആ മാർഷൽ ആർട്സ് മാന്റെ മുഖത്ത് അറഞ്ചം പുറഞ്ചം ഞെട്ടിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ എടുത്ത് ദൂരേക്ക് എറിയും. ഗോക്കു ആണെങ്കിൽ അമ്മ പോസൊക്കെ കൊടുത്ത് മാർഷൽ ആർട്സ് മാനോട് പറയും, നിന്നെ കൊണ്ട് മാത്രമല്ല 4 കൈകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, എന്നെ കൊണ്ടും അത് സാധിക്കുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവന്റെ ബോഡിക്ക് ഒരുപാട് എഫേർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടി അത്ഭുതത്തോടു കൂടെ ഗോക്കു നോക്കും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 4 കൈയല്ല മറിച്ച് 12 കൈ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് എല്ലാവരും ഒരു നിമിഷം ഫ്രീസായി പോവാണ്. ആങ്കർ ആണെങ്കിൽ ഇപ്പോൾ ഉച്ചത്തിൽ അനൗൺസ്മെന്റ് കൊടുക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗോക്കു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഗോക്കു അവന്റെ 12 കൈകൾ ഉപയോഗിച്ച് മാർഷൽ ആർട്സ് മാൻ്റെ 4 കൈകളും അവന്റെ പഞ്ചുകളും അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോക്കു ആണെങ്കിൽ ചാടിയും മറിഞ്ഞും അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരുപാട് നേരം ആഞ്ഞിടിച്ച് ഇപ്പൊ രണ്ടുപേരും അവരുടെ മുഴുവൻ പവറും പ്രൊഡ്യൂസ് ചെയ്ത് കൈ മടക്കി പരസ്പരം ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടി കിട്ടി രണ്ടുപേരും ഫ്ലാറ്റായി വീഴുകയാണ്. എല്ലാവരും ഇപ്പൊ ഗോക്കുവിനായിരിക്കും സപ്പോർട്ട് കൊടുക്കുക. അവരാണെങ്കിൽ ഗോതയിലേക്ക് ചാടിക്കയറും. അവർക്ക് ആർക്കെങ്കിലും അനക്കമുണ്ടോന്ന് അറിയാൻ. രണ്ടുപേരും അടികിട്ടി അനക്കമില്ലാതെ വീണ് കിടക്കുകയാണ്. മിസ്റ്റർ റോഷി ആണെങ്കിൽ ഒരു നിമിഷം അവർക്കിടയിലുണ്ടായ കഴിഞ്ഞ തവണത്തെ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവർ രണ്ടുപേരും ഇതുപോലെ തന്നെയാണ് പരസ്പരം അറ്റാക്ക് ചെയ്ത് കിക്ക് ചെയ്ത് അടിച്ചു വീണ് ബോധം കെട്ട് കിടന്നത്. ഇവരാണെങ്കിൽ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടുപേർക്കും യാതൊരു അനക്കവും ഇല്ല. ിന്റെ അവസാന ഘട്ടെത്തുമ്പോൾ ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ പതിയെ എഴുന്നേക്കും. തൊട്ടു പിന്നാലെ നമ്മുടെ ഗോക്കുവും. ലോഞ്ചിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് കരിയിളകി അവൾ പന്നിയുടെ മൂക്കിന് ഒരു കുത്തു വെച്ച് കൊടുക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ വീണ്ടും ആകാംക്ഷയോട് കൂടെ ഉറ്റുനോക്കും. ഇവിടെ ഗോക്കുവും ആ മാർഷൽ ആർട്സ് മാനും അവരാണെങ്കിൽ വീണ്ടും കൈയും കാലും ഒക്കെ നല്ല ഫോഴ്സിൽ എക്സസൈസ് ഒക്കെ കൊടുത്ത് പവറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഫേസ് ടു ഫേസ് വന്ന് നിൽക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്താൽ ഇപ്പോൾ ആ കളിക്കളം കാണിക്കും. ജനങ്ങളെല്ലാവരും ആവേശത്തോടു കൂടെ ആ ഒരു കളി അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോൾ ഗോക്കുവിന് നേരെ പാഞ്ഞടുക്കും. ഗോക്കു സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് അങ്ങനെ അടിയിലൂടെ പോയി അവൻ്റെ കാല് പിടിച്ച് തിരിച്ച് മടക്കി ഓടിച്ചു കളയും. അങ്ങനെ ഒരു മൂവ്മെന്റ് അത് ഗോക്കുവിൽ നിന്ന് മാർഷൽ ആർട്സ് മാൻ ആൾ പ്രതീക്ഷിച്ചതല്ല. സോ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ ഒരു മൂവ്മെന്റിൽ ആളങ്ങനെ അടിച്ചു വീഴും. ജനങ്ങളെല്ലാവരും ഗോക്കുവിന്റെ പേര് വിളിച്ച് കൈകൊട്ടി കരഘോഷം മുഴക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെയും കോൺഫിഡൻസ് അത് കൂടി വരും. ഗോക്കുവിലുള്ള പ്രതീക്ഷ അത് 10 മടങ്ങാവും. ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ് കിടക്കുന്ന മാർഷൽ ആർട്സ് മാന്റെ കാലുകൾ അത് പുറകിലേക്ക് അങ്ങനെ മടക്കി പിടിക്കും. ഇവരാണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ കൺട്രോൾ പോയ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ഗോക്കുവിന്റെ കഴുത്ത് പിടിച്ച് അങ്ങനെ ഞെരിക്കുകയാണ്. വേദന കൊണ്ട് ഗോക്കു പൊളയും. ആണെങ്കിൽ കാര്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ പന്നിക്കുട്ടന്റെ തലയ്ക്ക് അറഞ്ച പുറച്ച് ഇട്ടിക്കും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ഗോക്കുവിനോട് പറയും, മര്യാദയ്ക്ക് എന്റെ കാലുകൾ റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ പെട്ടതല അത് ഞാൻ തിരിച്ചു ഒട്ടിക്കും. പക്ഷെ അത് നമ്മുടെ ഗോക്കുവാണ്. അവനാണെങ്കിൽ കൂടുതൽ പവർ കൊടുത്ത്
അവന്റെ ആ ഒരു എക്സ്ട്രാ ഹാൻഡ്സ് അതില്ലാതാക്കി മാറ്റുകയാണ്. മാർഷൽ മാൻ ആണെങ്കിൽ വേദന കൊണ്ട് പൊളയും. ഇവിടെ ആങ്കർ ആണെങ്കിൽ മാർഷൽ മാനോട് താങ്കൾ തോൽവി സമ്മതിക്കുന്നോ ചോദിക്കും. അതിനവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഞാൻ തോൽക്കില്ല. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ വീണ്ടും മാർഷൽ മാനെ സഹായിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും നീ നിന്റെ പവർ ഉപയോഗിക്കാൻ പാടില്ല. അതിനവനും ഓക്കെ പറഞ്ഞ് മാച്ച് തന്നെ നോക്കും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കുറെ കൂടെ ശബ്ദത്തിൽ നിലവിളിച്ച് അവന്റെ ഫുൾ പവർ കാലിലേക്ക് കൊടുത്ത് ഇപ്പൊ ഗോക്കുവെ തെറിപ്പിച്ച് കളയുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ ഭീമൻ ചുമരിലൊന്ന് ഇടിച്ച് ഇപ്പൊ ആ ചുമര് മുഴുവനായിട്ടും തകർന്ന് വീഴുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവൻ എടുക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് മാസ്റ്റർ റോഷി ആണെങ്കിൽ അവനെ തടയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഗോകു അവൻ ആ ഗോതയുടെ പുറത്തേക്ക് പോയെന്നറിയാനായിട്ട് എത്തി നോക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ടെററായി പവർഫുള്ളായി ചാടി എഴുന്നേറ്റ് വീണ്ടും കടന്നു വരികയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ പവർ നന്നായിരുന്നു. നീ കാരണം ഇപ്പം എൻ്റെ കാലും ബോഡിയൊക്കെ തന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കുകയാണ്. പക്ഷേ ഇനി എനിക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ എക്സ്ട്രീം പവർ അത് ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറയും. ഇവിടെ മാസ്റ്റർ റോഷിക്കാണെങ്കിൽ അതെന്താണെന്ന് പിടികിട്ടും. ടെൻഷൻ കൂടി വരും. ഓ നോ, ആ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗോക്കുവിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാമേ ഹാമേ പവറിനെ കഴിഞ്ഞും അധികം സ്ട്രോങ് ആയിട്ടുള്ള പവറാണത്. സോ എങ്ങനെയെങ്കിലും അവന് അത് ചെറുക്കാനുള്ള ശക്തി കിട്ടണം. അതല്ല എങ്കിൽ അവൻ തോൽക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് ഉയരുകയാണ്. അവന്റെ സകല പവർ അബ്സോർബ് ചെയ്ത് അത് ഗോക്കുവിന് നേരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ അൾട്ടിമേറ്റ് പവറാണ്. അതിൽ നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിനക്ക് വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടി രക്ഷപ്പെടാം. പക്ഷെ ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് തോറ്റു പിന്മാറില്ല. മാസ്റ്റർ റോഷി ഗോക്കുവിന് മുന്നറിയിപ്പ് കൊടുക്കും, നീ കരുതും പോലെയല്ല, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പവറാണ്. ഒരു കാരണവശാലും നീ ആ പവറിൽ പെട്ടുപോകാൻ പാടില്ല. മുട്ടപ്പന് ബുൽമയ്ക്ക് നമ്മുടെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ അവരുടെ പേടിയും ഹാർട്ട് ബീറ്റും കൂടി വരികയാണ്. ഗോക്കു ആണെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കാനായിട്ട് നിമിഷം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ പ്രതീക്ഷയോട് കൂടെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ കാത്തു നിൽക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് ഉച്ചത്തിൽ നിലവിളിക്കും. ഓൾറെഡി ഗോക്കുവിന് അവന്റെ പവർ ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സോ ഇനിയുള്ള കുറച്ച് പവറിൽ ഈ ഭീമൻ പവർ ടെക്നിക് ഉപയോഗിച്ച് എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കരുതി അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ ഫോക്കസ് ചെയ്യാണ്. 10 സെക്കൻഡ് ഒരു വമ്പം പവർ അതവൻ റിലീസ് ചെയ്യാണ്. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ ഉച്ചത്തിൽ ഗോക്കുവിനോട് അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് പറയും. ആ ഒരു പവറിൽ അവിടെ മുഴുവൻ ഓറഞ്ച് കളറായിട്ട് മാറും. ജനങ്ങളെല്ലാവരും ആ പവറിൽ പെട്ട് പേടിച്ച് നിലവിളിക്കും. ഒരുപാട് സമയത്തിന് ശേഷം ആ ഒരു പവർ അത് അവിടം വിട്ട് പോയതിനു ശേഷം ആ ഒരു സ്ഥലം കാണിക്കും. ജനങ്ങളെല്ലാവരും ആ ഒരു പവറിൽ പെട്ട് അടിച്ച് താഴെ വീണിരിക്കുകയാണ്. ബോയ് ആണെങ്കിൽ ബുൽമയെ കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ ബുൽമയോട് നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കും. അതിനവള് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു പതിയെ എഴുന്നേക്കും. ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവൻ എന്ത് സംഭവിച്ചെന്നറിയാൻ ആകാംക്ഷയോട് കൂടെ താഴേക്ക് നോക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ മത്സരം നടക്കുന്ന ഗോത കാണിക്കും. അവിടെ ഇപ്പോ ആ ഒരു ഗോതയില്ല. അവിടെ വലിയൊരു കുഴി മാത്രമാണ് ബാക്കിയുള്ളത്. ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു കല്ലൊക്കെ എടുത്ത് ആ കുഴിയിലേക്ക് ഇടും. ഗോകുവിന്റെ യാതൊരു അനക്കവും അവർക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവരെല്ലാവരും പേടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.